ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൽ പുതിയ വെല്ലുവിളിയുമായി നിസാൻ എത്തുന്നു. നിസാൻ ടെക്ടൺ ഫെബ്രുവരി 4 അരങ്ങേറ്റം കുറിക്കും. മൂന്നാം തലമുറ റെനോ ഡസ്റ്ററിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രീമിയം ഡിസൈനും ആധുനിക ഫീച്ചറുകളും ഒരുമിപ്പിച്ച പുതിയ SUV ആണിത്. നിസാൻ ടെക്ടൺ വിൽപ്പന 2026 ജൂണോടെ ആരംഭിക്കുമെന്നാണ് സൂചന. മൂന്നാം തലമുറ റെനോ ഡസ്റ്ററിനെ അടിസ്ഥാനമാക്കിയുള്ള ടെക്ടൺ, ഹുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, മാരുതി ഗ്രാൻഡ് വിറ്റാര, ടൊയോട്ട ഹൈറൈഡർ, സ്കോഡ കുഷാക്, ഫോക്സ് വാഗൺ ടൈഗൺ, ഹോണ്ട എലിവേറ്റ് തുടങ്ങിയ മോഡലുകളോടാണ് നേരിട്ട് മത്സരിക്കുക. ഡിസൈൻ കാര്യത്തിൽ നിസാൻ പെട്രോളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആകർഷകമായ ലുക്ക് ടെക്ടണിനും ഉണ്ടാകും. കണക്റ്റഡ് LED ഹെഡ്ലാമ്പുകൾ, മൾട്ടി സ്പോക്ക് അലോയ് വീലുകൾ, സിൽവർ ഫിനിഷ് റൂഫ് റെയിലുകൾ, കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകൾ എന്നിവയാണ് പ്രധാന ഹൈലൈറ്റുകൾ. ഇന്റീരിയറിൽ 7 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, 10 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ചാർജർ, 360 ഡിഗ്രി ക്യാമറ, സൺറൂഫ് എന്നിവ ഉൾപ്പെടുന്ന പ്രീമിയം ഫീച്ചറുകൾ പ്രതീക്ഷിക്കുന്നു. എഞ്ചിൻ ഓപ്ഷനുകളിൽ 1.0 ലിറ്റർ, 1.3 ലിറ്റർ ടർബോ പെട്രോൾ യൂണിറ്റുകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളും പിന്നീടുള്ള ഘട്ടത്തിൽ ഹൈബ്രിഡ് പതിപ്പും അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സാംസങ് പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ സീരീസായ ഗാലക്സി X26 ഇന്ത്യയിൽ ഉടൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ശക്തമായ പ്രോസസ്സറും ആധുനിക ക്യാമറ സംവിധാനവുമായി എത്തുന്ന ഈ സീരീസ് ഫെബ്രുവരി 25 ലോഞ്ച് ചെയ്യും. സ്റ്റാൻഡേർഡ് S26, S26 പ്ലസ്, S26 അൾട്ര എന്നീ 3 മോഡലുകളാണ് സീരീസിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ 79,999 രൂപ മുതൽ 1,29,999 രൂപ വരെ വിലയാകുമെന്നാണ് സൂചന. ഗാലക്സി S26 അൾട്ര 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള 6.9 ഇഞ്ച് QHD+ ഡൈനാമിക് അമോലഡ് ഡിസ്പ്ലേയോടെ എത്തുമെന്നാണ് പ്രതീക്ഷ. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 ചിപ്സെറ്റാണ് ഇതിന് കരുത്തു പകരുക. 16 GB റാം, 1 TB വരെ സ്റ്റോറേജ്, 5400 mAh ബാറ്ററി, 60 വാട്ട് വയേർഡ് ചാർജിംഗ് എന്നിവയും ലഭിച്ചേക്കും. 200 MP മെയിൻ ക്യാമറ ഉൾപ്പെടുന്ന ക്വാഡ് ക്യാമറ സജ്ജീകരണമാണ് പ്രധാന ആകർഷണം. ഗാലക്സി S26 പ്ലസ് മോഡലിന് 120 ഹെർട്സ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റുള്ള 6.7 ഇഞ്ച് QHD+ ഡൈനാമിക് അമോലഡ് 2X ഡിസ്പ്ലേ ലഭിച്ചേക്കും. ചില വിപണികളിൽ എക്സിനോസ് 2600, മറ്റിടങ്ങളിൽ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 ചിപ്സെറ്റും ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട്. 4900 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണം എന്നിവയും ഉണ്ടായേക്കും. സ്റ്റാൻഡേർഡ് ഗാലക്സി S26ന് 120 ഹെർട്സ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റുള്ള 6.3 ഇഞ്ച് FHD+ ഡൈനാമിക് അമോലഡ് 2X ഡിസ്പ്ലേ ലഭിക്കുമെന്നാണ് സൂചന. എക്സിനോസ് 2600 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 ചിപ്സെറ്റ്, 4300 mAh ബാറ്ററി, 50 MP മെയിൻ സെൻസർ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണം എന്നിവയോടെയാകും ഫോൺ വിപണിയിലെത്തുക. പുതിയ ഡിസൈൻ, ശക്തമായ AI ശേഷികൾ, ക്യാമറ പ്രകടന മെച്ചപ്പെടുത്തലുകൾ എന്നിവയിലൂടെ ഗാലക്സി S26 സീരീസ് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് വിഭാഗത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പുതുവർഷത്തിലെ ആദ്യ വിക്ഷേപണത്തോടെ ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങി ISRO. കഴിഞ്ഞ വർഷത്തെ പരാജയം മറികടന്ന് വിശ്വസ്ത വിക്ഷേപണ വാഹനമായ PSLV C62 ദൗത്യം ജനുവരി 12 നടക്കും. അന്വേഷ ഉൾപ്പെടെ 15ലധികം ഉപഗ്രഹങ്ങളുമായി ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന് നിർണായക തുടക്കമാകുകയാണ് ഈ വിക്ഷേപണത്തിലൂടെ. PSLV C62 ദൗത്യം ജനുവരി 12 നടക്കും. അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അന്വേഷയടക്കം 15ലധികം ഉപഗ്രഹങ്ങളാണ് ഈ ദൗത്യത്തിൽ ബഹിരാകാശത്ത് പോകുന്നത്. 12-ാം തീയതി രാവിലെ 10:17 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. 2025 മെയ് 18 പരാജയപ്പെട്ട PSLV C61 വിക്ഷേപണം. റോക്കറ്റിന്റെ 3-ാം ഘട്ടത്തിലെ സാങ്കേതിക പ്രശ്നമായിരുന്നു അന്ന് വില്ലൻ. പരാജയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇനിയൊരിക്കലും ആ പ്രശ്നം ആവർത്തിക്കില്ലെന്നാണ് ഇസ്രോ വൃത്തങ്ങൾ പറയുന്നത്. PSLVയുടെ 2 ചെറു സ്ട്രോപ്പോണുകളുള്ള DL പതിപ്പാണ് വരും ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത്. റോക്കറ്റ് തിരിച്ച് ലോഞ്ച് പാഡിലെത്തുമ്പോൾ പ്രതീക്ഷകളും ഉത്തരവാദിത്വവും വലുതാണ്. നിർണായക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS N1 അന്വേഷയാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്ന പ്രധാന ഉപഗ്രഹം. ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. 64-ാം ദൗത്യത്തിൽ അന്വേഷയോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 15ലധികം ചെറു ഉപഗ്രഹങ്ങളുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.